എന്തുകൊണ്ട് നന്നായി പോയിക്കൊണ്ടിരുന്ന ഫിജിക്കാട്ട് നിർത്തി? അപ്പോൾ മാനേജ്മെന്റിനേക്കാൾ ഉപരി അനേകം ജനങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ. പച്ചക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫിജിക്കാട്ടിൽ നിന്ന് മുങ്ങിയതാണ്. ഉള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതിനോട് ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. മിസ്റ്റർ അനീഷ് കെ ജോയി എവിടെ? അപ്പോൾ ഞാൻ അതിൽ സംസാരിക്കില്ല എന്നുള്ളതല്ല, ഒരു ബിസിനസ് സംരംഭത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. പിന്നെ ജീവിത സാഹചര്യങ്ങളിലൂടെ പല സമയത്തും കടന്നു പോകാറുണ്ട്. അദ്ദേഹം തുറന്ന് തന്നെ സംസാരിക്കും. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് നാളുകളിൽ ആ ഒരു കച്ചവടത്തിലുണ്ടായിരുന്നു. Hi friends, once again welcome back to another variety video trip with Shinil. Guys, അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കുറേ കമൻസ് നിങ്ങൾ കണ്ടു കാണും. ഫിജിക്കാട്ടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരുന്നത് ഫിജിക്കാട്ടിൻ്റെ മുൻപത്തെ CEO മിസ്റ്റർ അനീഷ് കെ ജോയി എവിടെ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം എന്തുകൊണ്ട് ഫിജിക്കാട്ട് വിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം പച്ചക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫിജിക്കാട്ടിൽ നിന്ന് മുങ്ങിയതാണ് എന്നുള്ളതൊക്കെയാണ് കുറേ കമൻസ് വന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം എൻ്റെ മുൻപിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്തായിരുന്നു നമ്മുടെ ഫിജിക്കാട്ടിൻ്റെ വീഡിയോ, കണ്ടിന്യൂഷൻ വീഡിയോ വരും. ആ വീഡിയോയിൽ മിസ്റ്റർ അനീഷ് കെ ജോയി അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഫിജിക്കാട്ട് വിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പുതിയ ബിസിനസ് സംരംഭം എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇന്ന് ഇവിടെ ഉള്ളത്. വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹം തുറന്ന് തന്നെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ലിസൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അനീഷ് സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യും. നമസ്കാരം. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ലല്ല, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനും, പ്രത്യേകിച്ച് ഷിനിലിൻ്റെ ഒരു ചാനലിൽ കൂടെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെയധികം സന്തോഷം. ഇതിലെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ പല സമയത്തും കടന്നു പോകാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ലെവലിലൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ചെറിയ ലെവലിൽ എൻ്റെ നാട്ടിൽ കച്ചവടം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 12 വയസ്സ് മുതൽ ഞാനൊരു കച്ചവടക്കാരനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കച്ചവടക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ള മനസ്സും സ്വപ്നങ്ങളും ഒരു കച്ചവടക്കാരനാവുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹവും ഒരു സത്യസന്ധതയുള്ള ഒരു കച്ചവടക്കാരനായി മാറുക, അതിലൂടെ ലോകം അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഞാൻ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിലൊരു വ്യത്യസ്തത കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് എന്നാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ വളരെ ഉള്ളിൽ മലയോര ഗ്രാമപ്രദേശത്ത് ആയിട്ടുള്ള ഒരു റിമോട്ട് വില്ലേജാണ്. അപ്പോൾ അവിടെ ഡെലിവറി വെഹിക്കിൾസ് പ്രോഡക്റ്റുകളൊന്നും കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ടൗണിൽ പോയി സാധനം എടുത്തിട്ട് ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് സാധനം കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ബിസിനസ് ഞാൻ 12 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ജീവിച്ച സാഹചര്യവും അന്ന് തൊട്ടൊരു ബിസിനസ് മൈൻഡാണ്. അപ്പം ഞാനൊരിക്കലും എന്നെ സംബന്ധിച്ചോളം ഒരു ബിസിനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതല്ല. വ്യത്യസ്ത മേഖലകളിലുള്ള ബിസിനസ്, വ്യത്യസ്ത വെർട്ടിക്കലുള്ള ഒരു ബിസിനസ് സംരംഭത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നന്നായി പോയിക്കൊണ്ടിരുന്ന ഫിജിക്കാട്ട് നിർത്തി, അല്ലെങ്കിൽ ഫിജിക്കാട്ടിൽ നിന്ന് എന്തുകൊണ്ട് മാറി? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ നിങ്ങളൊക്കെ ഫ്രണ്ട് എൻഡിൽ നിന്ന് കണ്ടിട്ട ബിസിനസ്സിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനേക്കാൾ ഉപരി അനേകം ജനങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രവേഴ്സി, അതായത് അവരിലൊരു ഡിഫറെൻറ്റ് ചിന്ത സൃഷ്ടിക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു കുറച്ച് നാളുകളിൽ ആ ഒരു കച്ചവടത്തിലുണ്ടായിരുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു. ആ കൺസെപ്റ്റിനെ ഒരു കളക്റ്റീവ് എഫേർട്ടോടുകൂടി അനേകം ആൾക്കാരുടെ, നിങ്ങൾക്കറിയാം, നിങ്ങളുണ്ടായിരുന്നു, ഏകദേശം 6 വർഷത്തോളം ഷീനിലുണ്ടായിരുന്നു, അതിൻ്റെ ആ പാർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുടെ കളക്റ്റീവ് എഫേർട്ടായിരുന്നു അങ്ങനെ ഒരു സക്സസ്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു ടൈം കഴിഞ്ഞു. ആ ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാം, അതിനുള്ള അവസരങ്ങൾ തേടി പോകാമെന്നുള്ളതാണ് അതിൻ്റെ അത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനും അനീഷ് സാറും ഒരുമിച്ചുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പിന്മാറിയത്, അല്ലെങ്കിൽ
ഇന്നീ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളത് എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു പാർട്ട്ണർമാരും കൂടി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള. ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ എല്ലാവരും ഒരു ബിസിനസ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കച്ചവടത്തെക്കാളുപരി ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ഇപ്പോൾ എനിക്ക് 21 വയസ്സിൽ ലൈൻ ബസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ലൈൻ ബസ്സിൽ 3000 രൂപ കളക്ഷൻ ഉള്ളായിരുന്ന റൂട്ടിൽ ഞാൻ ബസ് എടുത്ത് അതേ സെയിം റൂട്ടിൽ കുറച്ച് വ്യത്യസ്തത കൈവരിച്ചിട്ട് 9500 രൂപ വരെ കളക്ഷൻ ഡെയിലി, അതായത് 6000 രൂപയുടെ ഡിഫറൻസ് വ്യത്യസ്ത ശൈലിയിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. അതിൽ അച്ചീവ് ചെയ്ത ആളാണ്. അപ്പോൾ പല തരത്തിലുള്ള ബിസിനസ്സുകൾ, വ്യത്യസ്ത മേഖലയിലുള്ള ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത്, എനിക്ക് കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നടന്നതിനെക്കുറിച്ചോ ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോട് ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അതിൽ സംസാരിക്കില്ല എന്നുള്ളതല്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ്സിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്. ഒരു റീറ്റെയിലിംഗ് രംഗത്ത് ഒരു ഡിഫറൻഷ്യേറ്റ് കൊണ്ടുവരിക, ഒരു വ്യത്യസ്തമായ ഒരു റീറ്റെയിൽ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗിൽ ഇ-കൊമേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു 8 വർഷമായിട്ടുള്ള അടുത്ത എഫേർട്ട്. അതൊരു പരിധിവരെ സക്സസ് ആയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ടൈം കഴിഞ്ഞു, അതിൻ്റെ ജാതകം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീറ്റെയിലിംഗിൽ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ, അതായത് പല ടൈപ്പ് ഓഫ് കച്ചവടങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോസ്മെറ്റിക്സ് ആണ്. എൻ്റെ പേര് ക്ലാമി എന്നാണ്. ക്ലാമി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരു കോസ്മെറ്റിക്സിൽ എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഇറക്കി. അത് വേണമെങ്കിൽ ഒരു ഷോറൂം ത്രൂ മാർക്കറ്റ് ചെയ്യാതെ, അതായത് ഒരു മാളുകളിലൂടെ മാത്രം മാർക്കറ്റ് ചെയ്യാതെ, ഓൺലൈനിൽ കൂടെ മാത്രം മാർക്കറ്റ് ചെയ്യാതെ, ഒരു റീറ്റെയിലിങ്ങിൽ ഒരു വേറിട്ട ശൈലി, അതും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ കൂടി അല്ലാണ്ട് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യത്യസ്ത മാർക്കറ്റിംഗ് സ്റ്റൈലാണ് ഇപ്പം ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നിങ്ങൾക്കറിയാം കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണലി ആൾക്കാരിലൂടെ ടച്ച് ആൻഡ് ഫീൽ വരുത്തി, അതല്ലെങ്കിൽ ഒരു ഇന്ന് ഒരു ഒരു സാധാരണക്കാരായ ഒരു വ്യക്തി നമ്മളുടെ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെയോ കാണാൻ പോകാറില്ല, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയ ഒരു കാര്യം കണ്ടാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ ഒരു AI ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് പേഴ്സൺ സെല്ലിങ്ങിൽ അടുത്തുള്ള ഒരാൾ പോയി അവരുടെ ഫേസ് ടെസ്റ്റ് ചെയ്യും. ആ ഫേസ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിന് റിസൾട്ട് കൊടുക്കാനും അതിൻ്റെ കോമ്പിനേഷൻ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സോഫ്റ്റ്വെയർ ത്രൂ സെയിൽ നടക്കുക. ആ സെയിൽ ചെയ്യിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് ഇൻകം വാങ്ങാൻ പറ്റുന്ന അനേകം ആൾക്കാർ എനിക്ക് ഇന്ന് 7 സ്റ്റേറ്റിൽ ഇന്ന് ആൾക്കാർ ഇതിൽ ഇൻവോൾവാണ്. ഏകദേശം 12,000-ഓളം ആൾക്കാർ ഇന്ന് ഒരു ജീവിത മാർഗമായി ഇപ്പോൾ അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2028 ഒരു 1000 crore വാല്യൂ ഉള്ളൊരു കമ്പനി ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ 2028 IPOയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഇനീഷ്യൽ ലെവലിലുള്ള വർക്കുകൾ ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ഓഫീസുണ്ട്. കേരളത്തിലെ കോർഡിനേഷൻ ഓഫീസ് തൃശ്ശൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് അതുപോലെ ഉണ്ട്. ബാംഗ്ലൂർ ഓഫീസുണ്ട്. ബാംഗ്ലൂർ കോറമംഗലാണ് കർണാടക ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ബോംബെയിൽ നിന്നാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ബാക്ക് എൻഡ് സപ്പോർട്ടുകളും ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ കോർഡിനേഷനും സെയിൽസും ബോംബെയിൽ നിന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നാണ് തമിഴ്നാട് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്കുള്ള പ്രോഡക്റ്റും അഡ്മിനിസ്ട്രേഷനും ഈ ഒരു 4 റീജിയണൽ ഓഫീസിൽ നിന്നിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് ഓൺലൈനിലുണ്ട്, ഓഫ്ലൈനിലുണ്ട്, കൂടാതെ ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് റീറ്റെയിലിംഗ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എത്ര പ്രോഡക്റ്റ് ഉണ്ട്? അല്ല, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 30ഓളം പ്രോഡക്റ്റേ ഉള്ളൂ. അപ്പോൾ ഈ 30ഓളം പ്രോഡക്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാത്തിനും വെറൈറ്റി ആയിട്ടൊരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു സാധാരണ ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ ഡൽഹിയിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് അല്ല, ചില പ്രോഡക്റ്റിൽ വ്യത്യാസമുണ്ട്. സെയിം പ്രോഡക്റ്റ് തന്നെയാണെങ്കിലും അതിൻ്റെ കണ്ടൻറ്റിൽ വ്യത്യാസപ്പെടുത്തി നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ സെല് ചെയ്യുന്നത്. അതാത് ഏരിയയിലുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നെ സംബന്ധിച്ചോളം ഇതിനു വേണ്ടി ഒരു ബാക്ക് ആൻഡ് സ്ട്രോങ് ടീം തന്നെയുണ്ട് കൂടെ. ഞാൻ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഫോർ എക്സാമ്പിൾ അനീഷ് സാർ എന്നെ പറഞ്ഞു, ഇതൊരു MLM അല്ല, ഡയറക്റ്റ് സെല്ലിംഗ് അല്ല, അല്ലാണ്ട് ഒരു ജീവിതോപാധിയായിട്ട് പല ആൾക്കാർക്കും പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയും. അപ്പോൾ അതിൽ അവർക്ക് എന്താണ് ഇൻകം? അതിൽ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഏരിയയിലും കമ്പനിക്ക് എല്ലാ സ്ഥലത്തും ഓഫീസ് ഉണ്ടെങ്കിലും അതിൽ അതാത് ഏരിയയിൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ 14 ഡിസ്ട്രിക്റ്റിൽ കേരളത്തിൽ റീജിയണൽ മാനേജേഴ്സ് ഉണ്ട്. ആ റീജിയണൽ മാനേജേഴ്സിൻ്റെ എല്ലാം കീഴിൽ കമ്പനി കൺട്രോൾ ചെയ്യുന്ന സോണൽ മാനേജേഴ്സ് ഉണ്ട്. ഈ സോണൽ മാനേജേഴ്സാണ് അത് സെല്ല് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയും അവരുടെ കീഴിൽ ഓരോ സോണൽ മാനേജേഴ്സിൻ്റെ കീഴിൽ സെയിൽസ്
റെപ്രസെൻറ്റേറ്റീവിനെ അപ്പോയിൻറ്റ് ചെയ്ത് ആ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സാണ് ഫീൽഡിൽ പോയിട്ട് സെയിൽ നടക്കുന്നത്. ഇവിടെ സെയിൽ നടക്കുന്നത് ഫീൽഡിൽ നടത്തുന്നത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ്. അവരാണ് ഇതിൻ്റെ സെയിൽ നടത്തുന്നത്. അവർക്ക് അതിൽ ചെയ്യുമ്പോൾ ഇൻകം ഒരു ടാർഗറ്റ് ബേസ്ഡ് ഇൻകം, അതിൽ ഒരു MLM കാൽക്കുലേഷൻ ഇല്ലാതെ, അവർ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അവരനുവർത്തിച്ച് പോന്നിരിക്കുന്ന കാൽക്കുലേഷൻ ഇല്ലാതെ പ്യുവർലി ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല, അപ്പോൾ അതിനകത്ത് ഈ ജോയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലല്ല, ജോയിനിങ്ങിനെ കുറിച്ചോ അങ്ങനെ ഒരു കമ്പൾസറി പർച്ചേസിനെ കുറിച്ചോ പ്രഷറൈസ്ഡുള്ള കാര്യത്തെക്കുറിച്ചോ സ്റ്റേജോ പെർഫോമൻസോ പ്രോഗ്രാംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ ഒരു ഏരിയയിലേക്ക് അതാത് പ്രാദേശിക ഏരിയയിലാണ് അവിടെ സെയിൽ നടത്തുക. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കണ്ണൂരുള്ള ആൾ ട്രിവാൻഡ്രം പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഏരിയയിൽ തന്നെ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഒരാൾക്കാർക്ക് മാന്യമായി ജീവിക്കുന്നതിനപ്പുറം വളരെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് തുടങ്ങി മാന്യമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഏരിയാസ് ഓരോ ഏരിയയും പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ് സെയിൽസിലൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാളിലേക്ക് എങ്ങനെയാണ് അടുത്ത പ്രോസസ്സ്? അതിലെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് പാർട്ട് ടൈമായിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് പാഷനേറ്റീവായിട്ടും ഒക്കെ ഉള്ള അനേകം ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് സേവന, യൂറോക്കെ ഹബ്സ് ഒക്കെ ചെയ്തു പോകുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലുണ്ട്. അപ്പോൾ യൂറോക്കെ ഹബ്സിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അവരുടെ മാർക്കറ്റിംഗ് സ്റ്റൈലിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരിക്കലും ഒരു യൂറോക്കെ ഹബ്സിൻ്റെ ഒരു ഐറ്റം, ഒരു വാക്വം ക്ലീനറോ അങ്ങനെയുള്ള ഒരു ഐറ്റം കൊടുത്താൽ പിന്നെ ആ കസ്റ്റമറെ കാണാൻ അടുത്ത മാസം അയാൾക്ക് പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് പിന്നെ ഒരു സ്പെയർ മാത്രമേ അവിടെ ബിസിനസ് ഉള്ളൂ. പുതിയൊരു കസ്റ്റമറെ കണ്ടെത്തേണ്ടി വരുന്നു. പക്ഷേ ഇത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു ആൾക്ക് ഒരു വീട്ടിലേക്ക് ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഡേ ക്രീം, ഒരു നൈറ്റ് ക്രീം അങ്ങനെ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെയും ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുണ്ട്. അതായത് ഒരു സെയിൽസ് ചെയ്യുന്ന ഒരു സെയിൽസ് മാനേജറെ സംബന്ധിച്ചോളം ഒരു 100 കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ലൈഫ് ടൈം ആ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫീൽഡിൽ അത്രയധികം സ്ട്രഗിളില്ല. അതിനെ ഡിജിറ്റലൈസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡെലിവറി പ്രോഡക്റ്റ് അവരൊരു മറ്റുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ പ്രോഡക്റ്റ് അവർ ബാഗിലൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് വീടുകളിൽ വീണ്ടും വിൽക്കുന്ന ആ ഒരു സമയമില്ല. അതിൻ്റെ ലോജിസ്റ്റിക് സംവിധാനം ഇന്ത്യയിലെ ആകമാനം കമ്പനിയാണ് അതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസ്പെക്ട്സിനെ കണ്ട് അയാളെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും കമ്പനി തന്നെ അയാൾക്ക് അയച്ചു കൊടുക്കും. അതെ, ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഡെർമറ്റോളജിസ്റ്റിന് പകരം ബേസ്ഡ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഡീറ്റെയിൽ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ സെയിൽസ് മാനേജർക്ക് മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത പ്രോഡക്റ്റോ പാക്കേജോ സജസ്റ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഓൺലൈനിൽ അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയാണ് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് സ്റ്റോറുണ്ട്. ഇവർക്ക് അത് വരാതെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോറുകളുമുണ്ട്. പക്ഷേ സ്റ്റോറുകളൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റിൻ്റെ ഔട്ട്ലെറ്റ് ഈ വർഷം 25 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇന്ത്യയിൽ ആകമാനം തുറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു 5 വർഷത്തിലുള്ള ഒരു 500 ഔട്ട്ലെറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഫുള്ളി ടെക്നോളജി ബേസ് ചെയ്ത് തീർച്ചയായും അതെ തീർച്ചയായും. അപ്പോൾ ശരിക്കും ഒരു സെയിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് എൻഡ് സപ്പോർട്ട് സോഫ്റ്റ്വെയറിൻ്റെയും അതുപോലെ തന്നെ ആപ്പുകളുടെയും സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു തീർച്ചയായും. നിങ്ങൾക്ക് അറിയാം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോജക്റ്റിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗിൽ ERP ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചലഞ്ചായിരുന്നു. നിങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗിൽ ERP വന്നപ്പോഴാണ് ഡെയിലി കമ്മീഷൻ കൊടുക്കാൻ പറ്റിയത്. ആ ERP ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ഉള്ള ഐറ്റം ആയിരുന്നു വെച്ചാൽ നമുക്ക് അത്രയധികം പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള പല ഇൻ്റഗ്രേഷൻസ്, പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇൻ്റഗ്രേഷൻസ്. അപ്പോൾ അത് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള പല ചലഞ്ച് എടുത്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗിൽ വേറൊരു സ്റ്റൈലി നമ്മളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു ടെക്നോളജി അപ്ഡേഷൻ ആയിരുന്നു. പിന്നെ സാധാരണ നിങ്ങൾക്കറിയാം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രോസറി പ്രോഡക്റ്റിൽ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ചലഞ്ചായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ സോഴ്സ് ചെയ്ത കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ ആ ഡിഫറൻറ്റ് ഓഫ് മാർജിൻ അനുസരിച്ചുള്ള കമ്മീഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതാത് ദിവസം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും അത് രാത്രി 12 മണിയാകുമ്പോൾ സിസ്റ്റം ജനറേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്ത് രാവിലെ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പല ടെക്നോളജികൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ടെക്നോളജിയുടെ കാലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും വലിയ AI ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോടു കൂടി ഏറ്റവും ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വേറിട്ട ശൈലിയിലൊരു വിപണന റീറ്റെയിലിംഗ് രംഗത്ത് ഒരു വിപണന ശൈലിയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഒരു ഡിഫറൻഷ്യേറ്റീവായിട്ട് ചിന്തിക്കുക, അങ്ങനെ അതിനെ മാർക്കറ്റ് പെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഇതുവരെ എൻ്റെ ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അനേകം ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ചില ബിസിനസ്സുകൾ ചിലപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്നെ സംബന്ധിച്ചോളം
എൻ്റെ ഫ്യൂച്ചറിനും എൻ്റെ ഗ്രോത്തിനും പേഴ്സണലി എൻ്റെ മാനസികമായ സപ്പോർട്ടിനും ടീമിനും ഒക്കെ ഏറ്റവും ഗുണം ചെയ്തിരിക്കുന്ന ടൈപ്പിലാണ് എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാഴ്ചപ്പാടുകളും പോക്കുകളൊക്കെ എനിക്കുണ്ടായിരിക്കുന്നത്. അപ്പം ഇതിനെ എനിക്ക് തോന്നുന്നത് ഞാനൊരു IPO ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷത്തോളമായി. അപ്പോൾ ആ IPO ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ പല പ്രോജക്റ്റുകളും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഫിക്സഡ് വരുമാനം കിട്ടുന്ന അനേകം ബിസിനസ്സുകൾ എനിക്കുണ്ട്. പക്ഷേ അതിലൊന്നും നിൽക്കാതെ ഇങ്ങനെ റിസ്ക്കും ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു വേറിട്ട സ്റ്റൈലിൽ ഒരു വിപണന തന്ത്രം മാർക്കറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സാറിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ ഇപ്പോഴത്തെ ക്ലാമി എന്ന കമ്പനിയെക്കുറിച്ചും ക്ലാമിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ക്ലാമിയുടെ മോഡേസ് ഓപ്പറാന്തിനെ കുറിച്ചൊക്കെയാണ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രേക്ഷകരുടെ ഒരു മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ എന്തുകൊണ്ട് ഫിജിക്കാർട്ട് ലീവ് ചെയ്തു അല്ലെങ്കിൽ ഫിജിക്കാർട്ടിൽ നിന്ന് പോയി? ഇപ്പോഴും പല നെഗറ്റീവ് കമൻസും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വേദികളിലും ഫിജിക്കാർട്ടിൻ്റെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർ പല കമൻസുകളും പാസ്സാക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ എന്തുകൊണ്ട് അനീഷ് സാർ പ്രതികരിക്കുന്നില്ല? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചോളം വ്യക്തമായ കാഴ്ചപ്പാടുകളാണ്. എൻ്റെ ഓരോ ജീവിതത്തിലും ഓരോ ലൈഫിലും ഓരോ സ്റ്റെപ്പിലും കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങണമെന്നുള്ളത് എൻ്റെ പ്ലാനിങ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, 2 വർഷം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ കോസ്മെറ്റിക്കിൽ ഇങ്ങനൊരു വേറിട്ട മാർക്കറ്റിംഗ് സ്റ്റൈലിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തിരുന്നതാണ്, ടീമുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ശൈലിയെക്കുറിച്ച് പോകുന്നതിനെക്കുറിച്ച് 2 വർഷം മുമ്പ് ഞാൻ പ്ലാൻഡായിരുന്നു, അതിനുവേണ്ടി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ അതിൽ പോസിറ്റീവ് പറയുന്നു, നെഗറ്റീവ് പറയുന്നു, അതൊക്കെ ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. അതൊക്കെ ഓരോ ആൾക്കാരെ ചിന്തിച്ച് ഞാൻ അതിനെക്കുറിച്ച് കെയർ ചെയ്യാറില്ല. എന്തെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിൽ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും എൻ്റെ ഗ്രോത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എനിക്കുണ്ടായിരിക്കുന്നത് പ്ലസ്സുകൾ മാത്രമേ ഉള്ളൂ. എനിക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസോ എൻ്റെ ജീവിതത്തിൽ എന്നെ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സോ പല ആൾക്കാരും ചിലപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ തിങ്ക് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചോളം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ എൻ്റെ പ്രോജക്റ്റിലാണ് ഇപ്പോൾ ഫോക്കസ്. ചുറ്റുമുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യാറില്ല. അപ്പോൾ ക്ലാമിയാണ് മുന്നോട്ടുള്ള തീർച്ചയായും. ക്ലാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഒരു റീറ്റെയിലിങ്ങിലെ വ്യത്യസ്ത ശൈലിയാണ്. ആ പ്രോജക്റ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇന്ന് എനിക്ക് ഉറപ്പാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് ഇനീഷ്യൽ ലെവലിൽ കിട്ടിയിരിക്കുന്ന അക്സെപ്റ്റൻസ് ഭയങ്കരമാണ്. ഇതുവരെയും ഞാനൊരു ഒരു പേഴ്സണലി സെല്ലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ മുന്നിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റോട് കൂടി ഏറ്റെടുക്കുകയും ഒരു ബുദ്ധിമുട്ടില്ലാതെ ക്വാളിറ്റി ഉള്ളാത്ത പ്രോഡക്റ്റാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇവിടെ കൺസെപ്റ്റ് അല്ല സെല്ല് ചെയ്യുന്നത്, പ്രോഡക്റ്റാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് സെല്ല് ചെയ്യുന്ന പല മേഖലകളുണ്ടാവാം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ചിലപ്പോൾ നിൽക്കാം. ആ കൺസെപ്റ്റിൻ്റെ കാലഘട്ടങ്ങളും ടൈമുകളും ചിലപ്പോൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. പക്ഷേ ഒരു പ്രോഡക്റ്റിനുള്ള അക്സെപ്റ്റൻസ് നിങ്ങൾക്കറിയാം. ഇന്ന് ഈസ്റ്റേൺ മസാലപ്പൊടി എവിടെ പോയാലും ഈസ്റ്റേൺ മസാലപ്പൊടി ഉപയോഗിക്കുന്ന ആൾ US പോയാലും അതുപോലെ തന്നെ UAE പോയാലും എവിടെ പോയാലും ആ മസാലപ്പൊടി കൊണ്ട് തന്നെ ചിക്കൻ കറി വെച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ മസാല സാമ്പാർ ഉണ്ടാക്കി കഴിച്ചാൽ അവർക്ക് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അത് അവരെ യൂസ്ഡായ ഒരു സ്റ്റൈലുകൾ കൊണ്ടാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചോളം ഈ ഒരു മേഖലകളിൽ ജനങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂസ്ഡാക്കുക, അതിലെ പേഴ്സണലി അവർക്ക് അവയർനെസ് കൊടുക്കുക, അതിലൂടെ ഒരു വേറിട്ടൊരു വിപണന ശൈലി ഇതുവരെയും ആരും ചെയ്യാത്ത ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു റീറ്റെയിൽ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് അതിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊക്കെ കപ്പാസിറ്റിയും കഴിവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ എനിക്കതൊരു ബിസിനസ്സിന് ബുദ്ധിമുട്ടാകുന്ന ഘട്ടം അങ്ങനെ വന്നു കഴിയുകയാണെങ്കിൽ അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ഇതുവരെ എന്നെ സംബന്ധിച്ചോളം വളരെ അനുകൂലമാണ് എൻ്റെ മാർക്കറ്റ്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ടീം അംഗങ്ങൾ, നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ടീമുകളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ്ഡ് അല്ല. എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചും ഞങ്ങളെ സംബന്ധിച്ചോളം നെക്സ്റ്റ് 5 ഇയറിൽ എവിടെ എത്തണമെന്ന് ഓരോ മന്തും ഓരോ ഇയറും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡോക്യുമെൻറ്റഡ് ആണ്. ആ ഡോക്യുമെൻറ്റേഷന് വേണ്ടി ആ ഡോക്യുമെൻ്റ് ചെയ്ത് ആ ഒരു വർക്കിന് മുന്നിൽ ഈ ടീം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിയമമാണ്, നമ്മൾ മനസ്സും ശരീരം അർപ്പിക്കുക. അപ്പോൾ അതിനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവുക, അതിൽ 100% എഫേർട്ട് ഇടുക. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ 100% ഷുവർ ആയിരിക്കുമെന്നാണ് എൻ്റെ ജീവിതം ഇതുവരെ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇതിൽ വളരെ ഫോക്കസ്ഡും ആ ഒരു തത്വത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറില്ല. ശരിക്കും അനീഷ് സാറിനെ നോക്കുകയാണെങ്കിൽ അനീഷ് സാറ് ഈ പറഞ്ഞതുപോലെ 7ാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കച്ചവടം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്.
പല മേഖലകളിലൂടെ അനീഷ് സാർ കടന്നുപോയി, പല പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഞാൻ കണ്ടൊരു കഴിഞ്ഞൊരു കുറേ കാലമായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് അനീഷ് സാർ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം കോസ്മെറ്റിക്സ് ആണ്. ഇപ്പോൾ ഫിജി കാർഡിലായാലും സാർ അവിടെ ഉണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് കോസ്മെറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് കോസ്മെറ്റിക്സ് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് തിരഞ്ഞെടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും ഗ്രോയിങ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്നോളജി ബേസ്ഡാണ് കമ്പനികൾ. ഇന്ന് പ്രോഡക്റ്റ് ഇന്നത്തെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം വിൽക്കുന്ന, ഇപ്പോൾ ഓണത്തിൻ്റെ ഈ ഓണ സീസണിൽ ഇറങ്ങിയ പ്രോഡക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും അടുത്ത വർഷം ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനും നമുക്ക് നെറ്റ്വർക്ക് വേണം. അതൊന്ന് എന്നെക്കുറിച്ചോ സാധാരണ ഒരു 5,000 crore വാല്യുവേഷനുള്ള കമ്പനിക്ക് പോലും അതിനെ അക്യൂർ ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ മാർക്കറ്റ്. അത്രയും ഡെപ്തായിട്ടൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ ഫീൽഡ് എടുത്ത് നോക്കത്തുള്ളൂ. ടെക്നോളജി ബേസ്ഡ് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുക. 6 monthsനനുസരിച്ച് അപ്ഡേഷൻസ് വേണം. പക്ഷേ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി, ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി ആ ടേസ്റ്റും ആ കസ്റ്റമർക്ക് അത് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു സെയിം ഫീൽഡാണ് കോസ്മെറ്റിക് എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു കോസ്മെറ്റിക് വിശ്വസിച്ച് അവരുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു സാധനം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് വിശ്വസ്തയോട് കൂടി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞാൽ, ആ ഒരു വിശ്വാസം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ആ കസ്റ്റമറെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിന് ടെക്നോളജിയോ അല്ലെങ്കിൽ മാർക്കറ്റോ കാലഘട്ടങ്ങളോ ഒന്നും ലിമിറ്റേഷൻ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം പല മെഡിമിക്സ് സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അവർക്ക് ഇപ്പോഴും കംഫർട്ടാണെങ്കിൽ ആ സോപ്പ് തന്നെ ചിലപ്പോൾ കിട്ടേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ശീലിച്ച കുറേ പ്രോഡക്റ്റുകൾ അങ്ങനെ ശീലിപ്പിക്കുക, അതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ സെല്ലിംഗ് എന്നുള്ളൊരു പ്രോജക്റ്റ് ഇതിൽ ഏറ്റെടുക്കാനുള്ള കാരണം. അപ്പോൾ ഒരാളെ കൊണ്ട് അത് ഉപയോഗിപ്പിച്ച് അതിലേക്ക് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ആ ലൈഫ് ടൈം കസ്റ്റമർ ആകാൻ പറ്റും. അതിലൂടെ കമ്പനിയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പറ്റിയ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായും. ഞാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ചിലപ്പോൾ ഒരു 6-7 വർഷമായിരിക്കാം. പക്ഷേ ഞാൻ 10-13 വർഷം ഈ ഒരു പ്രോജക്റ്റിൻ്റെ മുമ്പ് തന്നെ എനിക്ക് പല ഇതിലും ഓൺ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിൽ പല എക്സ്പെരിമെൻറ്റുകളും പരീക്ഷണങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പല സ്ഥലത്തും സെല്ല് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെക്കുറിച്ചുള്ള കണ്ടൻറ്റും ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. അവരാണ് ഇതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുകയും ആ ക്വാളിറ്റി ബേസിലും ആ ടെക്നോളജി ബേസിലുമാണ് ഓരോ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ആ ഏജൻസി ഓരോ കാലഘട്ടത്തിനും അതുപോലെ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പ്രോഡക്റ്റാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എല്ലാ സ്ഥലത്തേക്കും പറ്റിയ അനുകൂലമായ പ്രോഡക്റ്റാണ്. അതിൻ്റെ R&D ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഞാൻ വേറൊരു വ്യത്യസ്തത അനീഷ് സാറിൽ കണ്ടത്, ഇപ്പോൾ ഫിജി കാർഡിലായിരിക്കുമ്പോഴും സാറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഫിജി കാർഡിനെ IPA കൊണ്ടുപോകണം എന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പരിശ്രമങ്ങൾ, ഏകദേശം ഒരു 4 വർഷത്തോളമെങ്കിലും സാർ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പല കൺസൾട്ടൻസിനെ കണ്ടു, അവരായിട്ട് പല മീറ്റിങ്സ് നടത്തി, നമ്മുടെ കുറേ ഡോക്യുമെൻറ്റ്സ് ഫോർവേഡ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാർ നടത്തി. അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? അതുപോലെ തന്നെ ഇപ്പോഴും സാറിൻ്റെ ഒരു ഡ്രീം, ഇപ്പോൾ ഈ ക്ലാമി എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റും IPA ആണെന്ന് സാർ ഇപ്പോൾ പറയണ്ടേ, എന്തുകൊണ്ടാണ് ഈ IPO എന്നുള്ളൊരു ലക്ഷ്യം? എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ നാടും എൻ്റെ ജീവിച്ച സാഹചര്യവും ഒരു 200 സ്ക്വയർ ഫീറ്റ് സ്ഥലം വാടകയ്ക്ക് വാങ്ങി ഒരു കച്ചവടം ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നല്ല. ആ കാലഘട്ടത്തിലും ആ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതിലേക്ക് ചെയ്തിരുന്നില്ല. അന്ന് ഞാനൊരു കോർപ്പറേറ്റ് കമ്പനി ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ ഒരു പരിധിവരെ അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിരുന്നു. അന്ന് കഴിഞ്ഞ് ആ ഓരോ സ്വപ്നങ്ങൾക്കൊരു ലിമിറ്റേഷൻ കഴിയുമ്പോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു കമ്പനിക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, ക്വാളിറ്റി പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്ത ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ എത്രയോ അപ്പുറമാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാല്യൂസിനാണ്. അപ്പോൾ ഞാനെന്നൊരു വ്യക്തി ഇതുവരെ എത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളപ്പുറം എൻ്റെ സ്കില്ലിനേക്കാളപ്പുറം ഞാൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വാല്യൂസിനെയാണ് മാർക്കറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എൻ്റെ കമ്പനികളും വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്തതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയും അതിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയും ഏറ്റവും ഈസി വേ എന്ന IPO എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. മുമ്പ് ഇപ്പോൾ ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയായിരുന്നു. 3 പേര് ഉണ്ടായ പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷൻസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ലാമിയെ സംബന്ധിച്ചിടത്തോളം ക്ലാമി എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ് അല്ലെങ്കിൽ ഒറ്റക്കാണ്? അതിനെക്കുറിച്ച് അല്ല, ക്ലാമി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ഒരു ഫാമിലി
കമ്പനിയാണ്. അപ്പോൾ അതിൽ പുറത്തുള്ള പിന്നെ അസോസിയേഷൻസ് ഇല്ല, ഇപ്പോഴില്ല, ആസിറ്റേഴ്സ് ഇല്ല. പക്ഷേ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫണ്ടിങ് അതുപോലുള്ള അസോസിയേഷൻസൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റ് ഉണ്ടാകും. അതായത് എനിക്കറിയാം, കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എത്താൻ പറ്റുന്നതിനേക്കാളും പെട്ടെന്ന് ഒരു കൈ ഒന്നിച്ച് ചേർന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ 5 വർഷം കൊണ്ട് നേടുന്നത് ഒരു പരിധിവരെ ചിലപ്പോൾ 1 ഇയർ കൊണ്ട് നേടാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ഒരു ക്വാളിറ്റി അസോസിയേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായും പിന്നെ നോക്കുകയും ചെയ്യും. അതിൻ്റെ പല ഡിസ്കഷനും നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ വേവ് ലെങ്തും വിഷനുമായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ കണ്ട മറ്റൊരു ക്വാളിറ്റി, അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അനീഷ് സാറിനെ അറിയാൻ തുടങ്ങിയിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടും ഏകദേശം 6-7 വർഷമായി. ഫിജി ഗാർഡിൻ്റെ തുടക്കം മുതൽ അനീഷ് സാറിനെ അറിയാം. പിന്നീട് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തപ്പോഴും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ സാറിൻ്റെ ഒരു പ്രത്യേക ഒരു കൺസേൺ ആണ് സ്റ്റാഫിനെ കുറിച്ച്. സാറ് വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരും വളരുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പലപ്പോഴും കാണാറുള്ളത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റൻസിനെയും ഗ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും എനിക്ക് തന്നെ വളരാൻ പറ്റുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാർക്കാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങളുടെ സർക്കംസ്റ്റൻസിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരാൻ പറ്റുക. അപ്പോൾ ഇന്ന് കാലഘട്ടങ്ങൾ മാറി. ഒരു വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു പ്രോജക്റ്റ് നമ്മൾ സക്സസ് ആയി എടുക്കുമ്പോൾ അതൊരു ടീമിൻ്റെ സക്സസ്സാണ്. ഒരിക്കലും ഒരു വ്യക്തിയിലൊരു ഡിപ്പെൻഡബിൾ അല്ല. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ചായ കൊടുക്കുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ലേഡിക്ക് വരെ അതിൻ്റെ പാട്ടുണ്ട്, അതിൻ്റെ എഫേർട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇന്ന് മണിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള. അതിൻ്റെ ഗ്രോത്തും അല്ലെങ്കിൽ അതിന് കംഫർട്ടും അല്ലെങ്കിൽ അതിന് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടണമെങ്കിൽ അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതിൻ്റെ ഒരു വീതം എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കമ്പനി വളരുന്നതോടൊപ്പം നമ്മുടെ ടീമും വളരുക, അവരുടെ സ്വപ്നങ്ങളും വളരുക, അവർക്ക് ഫ്രീഡം കൊടുക്കുക. അവരുടെ ഫ്രീഡത്തിൽ അവരെ ക്രിയേറ്റീവായിട്ട് തിങ്കിച്ച് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഞാൻ കണ്ട ഒരു ഈസി വേ. അത് ഈ ഒരു പ്രോജക്റ്റിലും എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് 4 സ്റ്റേറ്റിൽ ഓഫീസ് നടത്താൻ പറ്റിയതും 8 സ്റ്റേറ്റിൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതും എൻ്റെ പിന്നിൽ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് ടീമുള്ളത് കൊണ്ടാണ്. അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. അപ്പോൾ ആ ടീമിൽ അവരുടെയും കൂടെ റിസൾട്ടാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇപ്പോൾ ക്ലാമിയെ സംബന്ധിച്ചിടത്തോളം ക്ലാമി ഇപ്പോൾ ഓൾറെഡി 8 സ്റ്റേറ്റിൽ എക്സ്പാൻഷൻ ആയി കഴിഞ്ഞു. 8 സ്റ്റേറ്റിൽ ഇപ്പോൾ ബില്ലിംഗ് നടക്കുന്നുണ്ട്. 4 സ്റ്റേറ്റിൽ ഓഫീസുണ്ട്. പ്രോഡക്റ്റ് ഇന്ത്യ മുഴുവൻ അവൈലബിൾ ആണ്. ലീഡിങ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഓക്കെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോസ്മെറ്റിക്സിലേക്ക് വരുമ്പോൾ കോസ്മെറ്റിക്സ് ഒരു പേഴ്സണൽ സെല്ലിങ്ങിലൂടെ വലിയൊരു മാർജിനിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ വളരെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ അനേകം കോസ്മെറ്റിക് കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇന്ന് ഒരു മാളിലെടുത്ത് കഴിഞ്ഞാൽ മിനിമം 8-10 മാളുകളിൽ കോസ്മെറ്റിക്സിൻ്റെ ഷോറൂംസ് ഉണ്ട്. അതിനൊക്കെ എല്ലാത്തിനും യുണീക്നെസ്, എല്ലാത്തിനും സെപ്പറേറ്റ് അതിൻ്റേതായ USBകളുണ്ട്. അപ്പോൾ അതിലെന്താ കാരണം എന്ന് വെച്ചാൽ കോസ്മെറ്റിക് മാർക്കറ്റ് അത്രയാണ്. ആ മാർക്കറ്റിനെ ആണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഒരു പരിധിവരെ അതിന് ഇനീഷ്യൽ സ്റ്റാർട്ടപ്പിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇനി ക്ലാമിയിലാണ് സാറിൻ്റെ ഒരു കോൺസെൻട്രേഷൻ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ഈ ക്ലാമി എന്നൊരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയല്ല. അതായത് ഇന്ന് നാളെ പെട്ടെന്നൊരു സാധനം കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. എല്ലാവർക്കും അറിയാം. എനിക്കൊന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്നേഴ്സ് അതുപോലുള്ള എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്ന് ഒപ്പീനിയൻ എടുക്കുകയും 2 വർഷത്തോളമായി ഇതിൻ്റെ ബേക്കിൽ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് 5 ഇയർ എന്താ ആകുമെന്ന് എനിക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു, 500ഓളം ഔട്ട്ലെറ്റുകൾ, ഇന്ത്യ മുഴുവൻ എക്സ്പാൻഷൻ, വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, IPOയിലേക്ക് പോവുക. അതുപോലെ ഈ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് റേഞ്ച് 30ആണ്. ആ 30നെ ഒരു 300ഓളം പ്രോഡക്റ്റിലേക്ക് എത്തിക്കുക. മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. പല യൂണിറ്റുകളും പല സ്റ്റേറ്റിൻ്റെ ഡിഫറൻറ്റ് പാർട്ടിലേക്ക് കൊണ്ടുവരിക. ലോജിസ്റ്റിക് സ്പേസിനെ എക്സ്പാൻഷൻ ചെയ്യുക. റീറ്റെയിൽ സ്പേസിൽ AI ഇംപ്ലിമെൻറ്റഡ് ടെക്നോളജി അബ്സോർവ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് കൊണ്ടുവരിക. അങ്ങനെ ഇന്നവേറ്റീവായിട്ടൊരു കോസ്മെറ്റിക്സിൽ ഇന്നവേറ്റീവായിട്ടുള്ള പല പരീക്ഷണങ്ങൾ നടത്താനും. അപ്പോൾ നമ്മുടെ R&D ടീം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് ബില്ലിംഗ് സംവിധാനങ്ങൾ, ട്രാൻസ്ഫർ സംവിധാനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർക്ക് ട്രാക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇൻ്റഗ്രേഷൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പേയ്മെൻറ്റ് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്ത സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്ന ലെവലിലാണ് നമ്മളത്
പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഓൺലൈൻ ബില്ലിംഗ് ആണ്, ERP ആണ് നമ്മൾ ഇതിലും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ആയിരിക്കും ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫാസ്റ്റായിട്ടൊരു കോർപ്പറേറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളും സ്റ്റാർട്ടപ്പിൽ കിട്ടിയിരിക്കുന്ന അക്സെപ്റ്റൻസും എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ സാറിൻ്റെ ഇപ്പോൾ ജോസ്ഗിരി, ഇപ്പോൾ കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ ജോസ്ഗിരി ചെന്ന് കഴിഞ്ഞാൽ സാറിൻ്റെ കുറേ എക്സ്പാൻഷനും അതുപോലെ തന്നെ സാറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം, ജോസ്ഗിരിയെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തെങ്കിലും ഫ്യൂച്ചർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലമാണ്. എനിക്കത് വളരെ പ്രധാനപ്പെട്ടതും എനിക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. അപ്പോൾ ക്ലാമിയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തന്നെ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹോട്ടലിൽ ഞങ്ങളൊരു എക്സ്പാൻഷൻ്റെ പാതയിലാണ്. അതൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കോസ്മെറ്റിക് ഫാക്ടറിയും കൂടെ ജോസ്ഗിരിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഏരിയയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 10-25 മിനിറ്റായി അനീഷ് സാറ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് നാളുണ്ടായിരുന്നു. ഏകദേശം വിജയകാണ്ട് സ്റ്റാർട്ടിങ് മുതൽ അദ്ദേഹത്തെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1 വർഷത്തോളം വളരെ സക്സസ്ഫുള്ളായിട്ട് എന്താണ് വർക്ക് ചെയ്യാൻ പറ്റിയൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എനിക്കറിയാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷനാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല മുതലാളിമാരും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ താഴെയുള്ള സഹപ്രവർത്തകർക്ക് ഒരു വിഷനോ മിഷനോ കൊടുക്കാൻ കഴിയാത്തപ്പോൾ അവർക്കൊരു കണ്ടന്റ് കൊടുക്കുക നെഗറ്റീവ് കമൻസിലൂടെ. പലപ്പോഴും പല ആൾക്കാരും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവരെ സാറ്റിസ്ഫൈ ആക്കുക. അപ്പോൾ അത്തരത്തിൽ കുറ്റങ്ങൾ പറയാനും അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞ് സമയം കണ്ടെത്താനും കഴിയാത്ത അല്ലെങ്കിൽ അതിന് സമയമില്ലാത്തൊരു വ്യക്തിയാണ് അനീഷ് സാറ്. അദ്ദേഹത്തിൻ്റെ പാതയിൽ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരെയാണ് ഈ ഒരു നിമിഷത്തിൽ. ഞാൻ പറയുകയാണെങ്കിൽ ക്ലാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലും നമുക്കത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തെ വളരെയധികം വിശ്വസിക്കാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മോടൊപ്പം തീർച്ചയായും ഇത് നമ്മളുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ് ആവുന്നുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് തീർച്ചയായും മുന്നോട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ ഒക്കെ കടന്നു പോകാം. നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളും ഇതൊരു സ്റ്റാർട്ടപ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തുകൾ നമുക്കിനി ചർച്ച ചെയ്യാം. എന്ത് തന്നെയായാലും ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എനിക്കൊന്ന് ഷിനിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 മാസത്തിന് മേലായി. അപ്പോൾ സ്വന്തമായി ഒരു ജോലി പെട്ടെന്ന് മാറ്റിവെക്കുക, ഇട്ടിട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുക. അങ്ങനെ ധൈര്യം കാണിക്കുമ്പോൾ അതൊരു സെപ്പറേറ്റ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ സംഭവം എന്നല്ല, അതിനൊരു തൻ്റെ ഇടത്തിന് ഒരു പ്രത്യേകത തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവനവൻ്റെ പാഷൻ കണ്ടെത്തുക, ആ പാഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതിൽ നിങ്ങളുടേതായ പാഷനിൽ സക്സസ് ആകട്ടെ. അപ്പോൾ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, നന്ദി. താങ്ക് യു സോ മച്ച്.